എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് ആണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വേറെ ആരുമല്ല, ബോച്ചെ. നമസ്കാരം. ബോബിച്ചേമണു. ഹായ് ഫ്രണ്ട്സ്. ഹായ് സർ. ഇതെന്താ അവാർഡ് പടം എടുക്കാൻ പോവാണോ? മായ സെൻസേഷൻ ഉണ്ടാക്കണം, പിന്നെ കോൺട്രവേഴ്സി, വിവാദങ്ങൾ, എന്നാലേ പെട്ടെന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റൂ. തലയിലിടണല്ലേ, വേറെ എവിടെ ഇടാൻ പറ്റില്ലല്ലോ. ബോച്ചെ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ ഒന്ന് ഡബിൾ മീനിങ് പറയും. ഡബിൾ മീനിങ് ആണ്, അതാണ് ആൾക്കാരുടെ തോട്ട്. അപ്പം ഒരു ഡബിൾ മീനിങ് അല്ല, ഒരു 1.5 ഡബിൾ മീനിങ്ങോ ട്രിപ്പിൾ മീനിങ്ങോ ആണ്. ഞാൻ കേട്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ. ഡബിൾ മീനിങ്ങിന്റെ ആളാണ്. ഞാൻ എല്ലാത്തിന്റെയും ആളാണ്, അങ്ങനെ ഒന്നും വിട്ടുകളയാറില്ല. ട്രോളും പിന്നെ കുറെ വൈറലൊക്കെ ആകാം. തോട്ട് തന്നെയാണോ? വൈറലാവും, വയറ്റിലാവും, ഇതൊക്കെ ഉണ്ടാവും. അതെങ്ങനെ? ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. അത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അങ്ങനെ ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. ഞാൻ എന്ത് പുല്ല ഉദ്ദേശിച്ചേ? ബോച്ചയ്ക്ക് എത്ര കാമുകിമാരുണ്ട്? ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. കാമിക അങ്ങനെ നല്ല കാര്യങ്ങൾക്കൊന്നും എണ്ണം വെക്കാറില്ല. എണ്ണം വെച്ചിട്ട് കുറെ ഉണ്ട്. അപ്പം ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഓരോ മാസം ഓരോരുത്തർ. പെണ്ണുങ്ങളോട് ഇങ്ങനെ ആക്രാന്തവും ആവേശവും അധികം കാണിക്കരുത്. മുൻപരിചയമില്ലല്ലേ? ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ അത്രയും മുൻപരിചയമുള്ള ആരെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടോ സ്വാമിയെ? റീസൺ എന്താ ഈ വൈറ്റ് ഡ്രസ്സിനോട് ഇത്രയും ഒരു എപ്പോ തൊട്ട് ഇത് ഇടാൻ തുടങ്ങിയത്? ഇതൊരു 15 വർഷമായി കാണും. എന്റെ ദൈവമേ, എനിക്ക് ഊരണോ ഇഷ്ടപ്പെട്ടില്ലേ? അത് കാണിക്കേണ്ടവരെ കാണിച്ചാ മതി. ആ കാണിക്കണത് ഇങ്ങോട്ട് കാണിക്കാൻ നിന്നാലേ പിന്നെ കാണിക്കണ്ടാവൂല. സൗന്ദര്യത്തിന്റെ രഹസ്യം. സൗന്ദര്യോ? സ്കിൻ കെയർ ഒക്കെ ചെയ്യോ? ഒന്നും ചെയ്യാറില്ല. നല്ല തിളങ്ങി നിൽക്കും. എനിക്ക് സൗന്ദര്യം ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഓപ്പൺ ക്യാരക്ടറാണ്. അതെ, ഞാൻ വളരെ ഓപ്പൺ ആണ്. എന്ന് വെച്ചിട്ട് എല്ലാം തുറന്നു കാണിക്കാൻ പറയരുത്. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഓപ്പൺ ആയതുകൊണ്ട്. എനിക്കൊന്നും കാണണ്ട. അധികം വളരാടി, ആരെങ്കിലും കൊയ്തോണ്ട് പോകും. ഇനി കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാം. ഇതുവരെ ചോദിച്ചതൊന്നും അല്ല. എങ്ങനെ കുസൃതി പ്രാക്ടിക്കൽ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ. വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. നമ്മുടെ സ്വന്തമായ ഒരു സാധനം, പക്ഷെ മറ്റുള്ളവരായിരിക്കും അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്താണത്? ഇയാളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും കിട്ടിയിട്ടാണ് ഞാൻ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തമായ നമ്മൾ പറയുമ്പോ പ്ലൂറിലാണോ? വിജയൻ കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇപ്പൊ ബോച്ച വെച്ച് ആരുടെയും ഒരു സ്വന്തമായിട്ടുള്ള സാധനം, പക്ഷെ ബോച്ചയെ കാട്ടിയും അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവരായിരിക്കും. ഞാൻ എന്റെ സാധനം ആർക്കും ഉപയോഗിക്കാൻ കൊടുക്കാറില്ല. വേണ്ട കള്ളത്തരൊന്നും പറയണ്ട. എല്ലാരും ഉപയോഗിക്കും, ആണും പെണ്ണും എല്ലാരും. ഇപ്പൊ മനസ്സിലായോ? ആണും പെണ്ണും ഉപയോഗിക്കും എന്റെ സാധനം. അല്ല, എന്റെ നമ്മുടെ സാധനം. ഞാൻ വിചാരിച്ചു വികൃതിയാണെന്ന്. ശരി, വീട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ വേണം അവിടെ ക്യാമറമാൻ നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. നമ്മൾ കൈ കൊണ്ട് പിടിച്ച് വലിച്ചാൽ ചെറുതാകുന്നത് എന്ത്? എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. ഞാനില്ല. ഒരു കാര്യം ആണും പെണ്ണും തമ്മിൽ ചെയ്യും, ആണും തമ്മിൽ ചെയ്യും, പക്ഷെ പെണ്ണും തമ്മിൽ ചെയ്യില്ല. എന്താണത്? നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.